ഇന്നത്തെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ടു ആം ഫാമിലി ഓഫ് പ്രോസസ്സേഴ്സ്. ഓക്കെ, എന്താണ് ആം എന്ന് പറഞ്ഞത്? വാട്ട് മീൻ ബൈ ആം പ്രോസസ്സേഴ്സ്? ഓക്കെ, ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻ. റിസ്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. സോ ആം അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻ ഇറ്റ്സ് എ പ്രോസസർ ആർക്കിടെക്ചർ ബേസ്ഡ് ഓൺ 32-bit ആർക്കിടെക്ചർ ഇൻസ്ട്രക്ഷൻ സെറ്റ് റിസ്ക് കമ്പ്യൂട്ടർ. സോ റിസ്ക് ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു 32-bit മൈക്രോ പ്രോസസർ ഫാമിലിയാണ് ഈ ആം ഫാമിലി ഓഫ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. So ARM was originally developed at Arcon Computers Limited, Cambridge between 1983 and 1985. So Arcon Computers എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തതാണ് നമ്മളുടെ ആം ഫാമിലി എന്ന് പറയുന്നത്. ഇനീഷ്യലി ഇത് അറിഞ്ഞിരുന്നത് ആക്കോൺ റിസ്ക് മെഷീൻ എന്നാണ്, ആക്കോൺ റിസ്ക് മെഷീൻ. ലേറ്റർ അതിൻ്റെ പേര് ആക്കോൺ കമ്പനി ഇത് മാറ്റിയിട്ട് അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻസ് എന്ന് മാറ്റി. ഓക്കെ, സോ അങ്ങനെയാണ് ഇപ്പോൾ ആം അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻസ് എന്ന് പറയുന്നത്. ആം ഹോൾഡിങ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് അറ്റ് പ്രസൻറ്റ് ആമിൻ്റെ ഓണർഷിപ്പിലുള്ളത്. ഓക്കെ, സോ ഇതാണ് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് ആമിനെ കുറിച്ച് പറയാനുള്ളത്. സോ ദിസ് ഫാമിലി ഓഫ് പ്രോസസ് എസ്റ്റാബ്ലിഷ്ഡ് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ലോ പവർ ആൻഡ് ലോ കോസ്റ്റ് സെൻസിറ്റീവ് എംബഡഡ് ആപ്ലിക്കേഷൻസ്. ലോ പവർ ആൻഡ് ലോ കോസ്റ്റ് സെൻസിറ്റീവ് എംബഡഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് അറ്റ് പ്രസൻറ്റ് ഡെവലപ്മെൻറ്റുണ്ടായിരുന്ന ഇൻറ്റലിനൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സർ ഫാമിലിയാണ് നമ്മളുടെ ആം ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആം ഈസ് സപ്പോർട്ടഡ് ബൈ എ ടൂൾ കിറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ആൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് എമുലേറ്റർ ഫോർ ഹാർഡ്വെയർ മോഡലിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ്, അസംബ്ലർ, C++ കമ്പൈലേഴ്സ്, ലിങ്കർ ആൻഡ് സിംബോളിക് ഡീബഗർ. സോ ഇത്രയെല്ലാം വരുന്ന ഒരു ഫാമിലി, ഒരു ടൂൾ കിറ്റോട് കൂടിയിട്ടാണ് ആം പ്രോസസ്സേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒരു ആം ബേസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആം കമ്പനിയിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് നമ്മളുടേതായ സിസ്റ്റം അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സിസ്റ്റം ടെസ്റ്റിങ്ങും കമ്പൈലേഷനും എല്ലാം അതിന് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും ടൂൾ കിറ്റ്സും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, so ARM is most widely used 32-bit instruction set architecture. So it's having 32-bit instruction set architecture, and relative simplicity makes it suitable for low power devices. Low power devices ആയ small battery work ചെയ്യുന്ന even handheld watches, mobile phones, etc. are core is from our family. Okay, so relative simplicity makes it suitable for low power devices. ARM7, സോ ഡിഫറെൻറ്റ് ഫാമിലീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാനുണ്ട്. ARM7, ARM9, ARM11, കോർട്ടെക്സ് എക്സെട്ര ആർ ദ ഡിഫറെൻറ്റ് ഫാമിലീസ് ഓഫ് ദ പ്രോസസ്സേഴ്സ്. ഈ ഓരോ 9 അതിൻ്റെ ഓരോ വേർഷൻ ആർക്കിടെക്ചർ വേർഷനായിട്ടാണ് വേർഷൻ 7, വേർഷൻ 5, വേർഷൻ 9, വേർഷൻ 11 ഇങ്ങനെ ഡിഫറെൻറ്റ് വേർഷൻസ് ആയിട്ടാണ് നമ്മളുടെ അക്കൗണ്ട് ഫാമിലി, അക്കൗണ്ട് കമ്പ്യൂട്ടേഴ്സിൻ്റെ ആമിൻ്റെ ആർക്കിടെക്ചേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് ആക്ച്വലി. സോ അതിനെ ഫാമിലി ആയിട്ട് ARM7 എന്നും ARM9, ARM11, കോർട്ടെക്സ് സീരീസ് അങ്ങനെയുള്ള കുറേ പ്രോസസ്സേഴ്സാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺസ്, digital media and music player, handheld game consoles, calculators, cameras, etc. So these small handheld devices are based on this ARM architecture. Then the first RAM chip was developed from the foundation of RISC Machine. So reduced instruction set computer ആണ് നമ്മളുടെ ആം മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെ ബിൽഡിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിസ്ക് മെഷീൻസിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ റിസ്ക് മെഷീൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. ഡിഫറെൻറ്റ് മെമ്മറി ഫോർ ഡാറ്റ ആൻഡ് ഓപ്പ് കോഡ്, അതാണ് റിസ്കിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് മെമ്മറി ഫോർ ഡാറ്റ ആൻഡ് ഓപ്പറേഷൻ കോഡ്, ഓൺ ന്യൂമൻ ആർക്കിടെക്ചർ, ഹാർവാർഡ് ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ റിസ്ക് മെഷീൻസ് ആണെങ്കിലും ഓൺ ന്യൂമൻ ആർക്കിടെക്ചറിലുള്ള ആം പ്രോസസ്സറും ഹാർവാർഡ് ആർക്കിടെക്ചറിലുള്ള ആം പ്രോസസ്സേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, സോ നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. ദെൻ ദോസ് ദാറ്റ് വെയർ യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റിസ്ക് മെഷീൻസിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചൊക്കെ ആം മൈക്രോ പ്രോസസ്സേഴ്സിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത പ്രോസസ്സ് ചെയ്യുന്ന ലോഡ് ആൻഡ് സ്റ്റോർ ആർക്കിടെക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രോസസ്സർ റിസൾട്ട്, ALUൻ്റെ പ്രോസസ്സിംഗ് റിസൾട്ട് വിൽ ബി സ്റ്റോറിംഗ് ഇൻ ടു ദ രജിസ്റ്റർ ഓൺലി. സോ സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ യൂസിങ് ഫോർ ലോഡിംഗ് ടു ദ രജിസ്റ്റർ ഫ്രം മെമ്മറി, and
ആൻഡ് ലോഡ് ടു ദ മെമ്മറി ഫ്രം രജിസ്റ്റേഴ്സ്. ലോഡ് സ്റ്റോർ ആർക്കിടെക്ചറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫിക്സഡ് ലെങ്ത് 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പിന്നീട് പഠിക്കുന്ന ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോമാറ്റ്സ് ഉണ്ട്. അതിൽ മോസ്റ്റ് ഓഫ് ദ ARM പ്രോസസ് ഇൻസ്ട്രക്ഷൻസ് ആർ 32 ബിറ്റ് wide and 3 address instruction formats are used. Okay, 3 address instruction formats are 3 instruction address formats നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് റിജക്റ്റഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫീച്ചർ, അതായത് റിസ്കിലുള്ള ഫീച്ചേഴ്സ് ആംസ് ഒഴിവാക്കിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ വിൻഡോസ്. ഓക്കെ, രജിസ്റ്റർ വിൻഡോസ് എന്നൊരു കൺസെപ്റ്റ് റിസ്കിൽ വൈഡ്ലി യൂസ് ചെയ്തിരുന്നതാണ്. രജിസ്റ്റർ ഷാഡോയിങ് എന്ന് പറയുന്ന സെയിം നെയിമുള്ള രജിസ്റ്റേഴ്സൊക്കെ ഡിഫറെൻറ്റ് രജിസ്റ്റർ ബാങ്ക്സിലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ 8051 മൈക്രോ കൺട്രോളർ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ഉള്ള ഒരു ടെക്നിക്ക് രജിസ്റ്റർ വിൻഡോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ARM മൈക്രോ പ്രോസസ്സേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ രജിസ്റ്റർ വിൻഡോസ് യൂസ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ രജിസ്റ്റർ വിൻഡോസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ARM ചിപ്പിൽ അല്ലെങ്കിൽ പ്രോസസ്സർ ചിപ്പിൻ്റെ മോസ്റ്റ് ഓഫ് ദി ഏരിയ വിൽ ബി കൺസ്യൂംഡ് ബൈ ദ രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് ഇങ്ങനെ കുറേ ഏരിയ ആൻഡ് ലൊക്കേഷൻസ് അല്ലെങ്കിൽ ചിപ്പ് ഏരിയ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് ഈ രജിസ്റ്റർ വിൻഡോസിൻ്റെ കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് അവോയ്ഡ് ചെയ്യാനുള്ള കാരണം. സോ ലിമിറ്റഡ് രജിസ്റ്റേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. some 15-16 registers and some special function registers were included compared to our RISC family of processors. Okay, so register windows ആണ് ഇവിടെ റിജക്റ്റ് ചെയ്ത ഒരു ഫീച്ചർ. ദെൻ ഡിലേഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ബ്രാഞ്ചിൻ്റെ കോൺസെപ്റ്റ്, ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ചിങ്ങിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. അറ്റ് പ്രസൻറ്റ് മൈക്രോ കൺട്രോളർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡിലേഡ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ബ്രാഞ്ച് ലൊക്കേഷൻസ്, കോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പോൾ മൈക്രോ കൺട്രോളറിൻ്റെ ഓപ്പറേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് പ്രസൻറ്റ് വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റാക്കിലേക്ക് സേവ് ചെയ്യും. ഓക്കെ, ദെൻ കോൾ ലൊക്കേഷൻസിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു റിസ്ക് മെഷീൻസിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പൈപ്പ് ലൈനിങ് ആണ്. പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ ഈസ് സപ്പോസ് ടു എക്സിക്യൂട്ട് വൺ ഇൻസ്ട്രക്ഷൻ ഇൻ വൺ സൈക്കിൾ. ഒരു സൈക്കിളിൽ CPI 1 ആണ് അതിൻ്റെ ഒരു ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഈ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൈപ്പ് ലൈനിങ് ഫ്ലോയിന്, അതായത് സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു നെഗറ്റീവ് ആണ്. അല്ലെങ്കിൽ സ്മൂത്ത് റണ്ണിങ് ഇമ്പോസിബിൾ ആയിട്ട് വരും. സോ ഡിലേഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഡിലേഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് റിസ്കിൽ യൂസ് ചെയ്യുന്നത്. ഈ ഡിലേഡ് കൺസെപ്റ്റ് വരുമ്പോൾ സൂപ്പർ സ്കെയിലർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് മൾട്ടി ലെവൽ പൈപ്പ് ലൈനിങ് ഫീച്ചറാണ് നമ്മളുടെ ARM ഡിവൈസസിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻസിനൊരു ഡിഫിക്കൽട്ടി വരും. അത് പ്രോസസ്സറിന് ഓവർ ലോഡിങ് വരുന്നുണ്ട്. ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ARM ഡെവലപ്പേഴ്സിൻ്റെ ഡിലേഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതിൽ നിന്ന് അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കി. നെക്സ്റ്റ് അടുത്ത ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത ഫീച്ചർ എന്ന് പറയുന്നത് സിംഗിൾ സൈക്കിൾ എക്സിക്യൂഷൻ ഓഫ് ഓൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ നമ്മൾ റിസ്ക് സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ആ ആർക്കിടെക്ചർ ഡിഫറെൻറ്റ് സൈക്കിൾസിൽ സെയിം അല്ലെങ്കിൽ വൺ സൈക്കിളിൽ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആയിരിക്കും. ഓപ്പ് കോഡ് ഫെച്ച് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡ് ഫെച്ച് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ആ സമയത്ത് വേറൊരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ആയിരിക്കും, വേറൊരു ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി റൈറ്റ് ആയിരിക്കും, വേറൊരു ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി ആയിരിക്കും. സോ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ പ്രോസസ്സർ ചെയ്യാൻ കേപ്പബിളാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ഫീച്ചർ വെച്ചിട്ട്. അതാണ് സിംഗിൾ സൈക്കിൾ എക്സിക്യൂഷൻ ഓഫ് ഓൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ARM-ൽ മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ഈ ഫീച്ചർ വരുന്നതാണ്. ബട്ട് ARM-ലേക്ക് ചില സം ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ യൂസിങ് മോർ ദാൻ വൺ സൈക്കിൾ. സോ CPI മോർ ദാൻ വൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നമ്മളുടെ ARM പ്രോസസ്സേഴ്സിൽ ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു റിജക്റ്റഡ് ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. Okay, instead of single cycle instruction, some instructions are consuming more than one machine cycle, more than one clock cycles. ഓക്കെ, ദെൻ തമ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ARM പ്രോസസ്സേഴ്സ് അക്കൗണ്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത ഒരു ഫീച്ചറാണ് തമ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ തമ്പ് ARM ലിമിറ്റഡ് ഹാസ് ഇൻകോർപ്പറേറ്റഡ് നോവൽ മെക്കാനിസം കോൾഡ് തമ്പ് ആർക്കിടെക്ചർ ഇൻ ടു സം വേർഷൻസ് ഓഫ് ARM പ്രോസസ്സേഴ്സ്. സോ തമ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് തമ്പ് ഇൻസ്ട്രക്ഷൻ 16-bit കംപ്രസ്ഡ് ഫോം ഓഫ് ദ ഒറിജിനൽ 32-bit ARM ഇൻസ്ട്രക്ഷൻ സെറ്റ്. സോ നമ്മൾ പറഞ്ഞു ആദ്യം ഡിസ്കസ് ചെയ്ത് പറഞ്ഞു 32-bit ആണ് നമ്മൾ
32-bit ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റാണ് ആം ഫാമിലി യൂസ് ചെയ്യുന്നത്. സോ 32-bit ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലെ 32 ലൈൻസ് അല്ലെങ്കിൽ 4 ബൈറ്റ് ആണ് ഒരു ഓപ്പറേഷൻ കോഡിൻ്റെ ബൈനറി സീക്വൻസ് എന്ന് പറയുന്നത്. സോ 4 ബൈറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം കോഡ് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം റിസ്ക് ആയതുകൊണ്ട് പ്രോഗ്രാമിൻ്റെ സൈസും കൂടുതലായിരിക്കും. സോ ഡെഫിനറ്റ്ലി അവർ പ്രോഗ്രാം സൈസ് ഈസ് ഗോയിങ് ടു ബി ബിഗ് ഏരിയ, ബിഗ് സൈസ്. സോ ലാർജ് കൺസംഷൻ ഓഫ് മെമ്മറി ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരു മെക്കാനിസമാണ് തമ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. തമ്പ് ആർക്കിടെക്ചറിൽ വെച്ചിട്ട് 32-bit ഇൻസ്ട്രക്ഷന് പകരം അവർ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നത് 16-bit ഇൻസ്ട്രക്ഷൻസ് ആയിട്ടായിരിക്കും. സോ നമ്മളുടെ ആം ഇൻസ്ട്രക്ഷൻസിനെ അവരൊന്ന് കംപ്രസ് ചെയ്യും. So they are using compressed instructions. 32-bit instructions compress ചെയ്തിട്ട് 16-bit ആയിരിക്കും. Then inside ARM architecture ഒരു യൂണിറ്റ് ഉണ്ട്. ഈ 16-bit കംപ്രസ് ചെയ്ത ഇൻസ്ട്രക്ഷനെ 32-bit ഡീകംപ്രഷൻ ഹാർഡ്വെയർ ഉപയോഗിച്ച്, അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്, ഡീകംപ്രഷൻ ഡൈനാമിക് ഡീകംപ്രഷൻ ഹാർഡ്വെയർ ഇൻ ദ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ. സോ 16-bit കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡീകംപ്രസ് ചെയ്തിട്ട് അത് 32-bit ആക്കി മാറ്റും. സോ അതിനുള്ള ഒരു ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ മെക്കാനിസം ആം ഡെവലപ്പേഴ്സ് അതിൻ്റെ ആർക്കിടെക്ചറിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 16-bit ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ പ്രോഗ്രാം കോഡ് സൈസ് റെഡ്യൂസ് ചെയ്യും, മെമ്മറി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, റാമിൻ്റെ കൺസംഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് തമ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ആം ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരു മെക്കാനിസമാണ് തമ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ആം ഫാമിലി യൂസസ് ദിസ് ടെക്നിക്, ഒരു തമ്പ് architecture technique. So thumb code density is better than achieved by most of the RISC processors. So RISC-ൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നു. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം കോഡിൻ്റെ സൈസ് വളരെ കുറവാണ്, അതുകൊണ്ട് റാമിൻ്റെ സൈസും നമുക്ക് കുറവാണ്. ബട്ട് ഇൻസ്ട്രക്ഷൻസ് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ കോംപ്ലിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിസ്ക് ഡെവലപ്പ് ചെയ്ത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് മോർ മെമ്മറി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ 16-bit തമ്പ് ആർക്കിടെക്ചർ ഉപയോഗിച്ചപ്പോൾ 16-bit ആയിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റി. സോ അതുപോലെ തന്നെ 16-bit ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ഒരു പർട്ടിക്കുലർ ആപ്പ് സിസ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ കുറഞ്ഞ സൈസിൽ നമുക്ക് തമ്പ് ആർക്കിടെക്ചർ വെച്ചിട്ട് പ്രോഗ്രാം സൈസ് കൊണ്ടുവരാൻ പറ്റി. സോ അതാണ് തമ്പ് ആർക്കിടെക്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. The features of ARM processors. So നമ്മളുടെ ബേസിക്കലി നമ്മളുടെ മൈക്രോ പ്രോസസ്സർ ആം ഫാമിലി എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് ദാൻ 16-bit ആർക്കിടെക്ചർ. തമ്പ് ആർക്കിടെക്ചർ ഉള്ളതുകൊണ്ട് ആ പോയിന്റ് ഇവിടെ പറയണം. 16-bit തമ്പ് ആർക്കിടെക്ചർ ഉള്ളതുകൊണ്ട് 16-bit നോർമൽ സിസ്ക് ആർക്കിടെക്ചറിനേക്കാളും ഹൈ പെർഫോമൻസ് ആയിരിക്കും തമ്പ് ആർക്കിടെക്ചറിലുള്ള ആം പ്രോസസ്സർ എന്ന് പറയുന്നത്. ഹയർ കോഡ് ഡെൻസിറ്റി, സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഹയർ കോഡ് ഡെൻസിറ്റി ദാൻ 32-bit ആർക്കിടെക്ചർ. 32-bit ആർക്കിടെക്ചറിനേക്കാൾ പ്രോഗ്രാം കോഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മച്ച് ബെറ്റർ. അതായത് ഒരു പർട്ടിക്കുലർ ആപ്പിൻ്റെ പ്രോഗ്രാം സൈസ് കമ്പയർഡ് ടു 32-bit ആർക്കിടെക്ചർ വളരെ വളരെ കുറഞ്ഞതായിരിക്കും. ദെൻ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത് some of the general features of ARM are നമ്മളുടെ മൈക്രോ പ്രോസസ്സർ ഫാമിലിയിൽ വരുന്ന ഇപ്പോൾ ഫീച്ചേഴ്സാണ്. ആം പ്രോസസ്സേഴ്സ് ഹാവ് ഗുഡ് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ടു പവർ കൺസംഷൻ റേഷ്യോ. സോ സ്പീഡ് ടു പവർ കൺസംഷൻസ് ലെസ് പവർ കൺസംഷനും മോർ സ്പീഡുമാണ് കമ്പയർഡ് ടു റിസ്ക് ആൻഡ് സിസ്ക് മെഷീൻസ്. അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ വളരെ ബെറ്ററാണ്. സ്പീഡ് ടു പവർ കൺസംഷൻ റേഷ്യോ ബെറ്ററാണ്. ദേ ഹാവ് വൈഡ് റേഞ്ച് ഓഫ് ക്ലോക്ക് ഫ്രീക്വൻസി റേഞ്ചിങ് ഫ്രം 1 MHz to few GHz. So മെഗാഹെഡ്സ് മുതൽ ഫ്യൂ ജിഗാഹെഡ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലോക്കിംഗ് ഫ്രീക്വൻസിയാണ് ആം പ്രോസസ്സേഴ്സിനുള്ളത്. ദേ സപ്പോർട്ട് ഡയറക്റ്റ് എക്സിക്യൂഷൻ ഓഫ് ജാവ ബൈറ്റ് കോഡ് യൂസിങ് ആം ജാവ ജസല്ലെ DBX. നമ്മൾ പഠിക്കുന്നതാണ് ഒരു ഫീച്ചർ. വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് ആം പ്രോസസ്സേഴ്സ് ഈസ് ജസല്ലെ. നമ്മൾ ഇൻസ്ട്രക്ഷൻസിൽ വരുന്ന ഒരു ഫീച്ചർ കൂടിയാണ്, ആർക്കിടെക്ചറിൽ വരുന്ന ഒരു ഫീച്ചർ കൂടിയാണ്. നമ്മൾ തമ്പ് ആർക്കിടെക്ചർ പറഞ്ഞതുപോലെ ജസല്ലെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ജാവ ഇൻസ്ട്രക്ഷൻസ്, ജാവ കോഡിനെ ഹാർഡ്വെയറിൽ ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഫീച്ചറാണ് ആം ജാവ ജസല്ലെ DBX എന്ന് പറയുന്നത്. സോ അത് അതിൻ്റെ ഒരു ആം പ്രോസസ്സേഴ്സിൻ്റെ ഒരു ഫീച്ചറായിട്ട് എഴുതണം. ദെൻ ആം പ്രോസസ്സേഴ്സ് ഹാവ് ബിൽറ്റ് ഇൻ ഹാർഡ്വെയർ ഫോർ ഡീബഗ്ഗിങ്, പ്രോഗ്രാം കോഡ് ഡീബഗ്ഗിങ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഒക്കെ അതിൻ്റെ പ്രോസസ്സറിൻ്റെ ഹാർഡ്വെയർ തന്നെ ബിൽറ്റ് ഇൻ ആണ്.
supports enhanced instruction for DSP operations. DSP എന്ന ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻസ് പെർ സെക്കൻഡ് വരുന്നതാണ്. മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് വരുന്ന ഒരു ഫീച്ചേഴ്സാണ് നമ്മളുടെ DSPയിൽ വരുന്നത്, സിഗ്നൽ പ്രോസസ്സിങ്ങിലുള്ളത്. സോ സിഗ്നൽ പ്രോസസ്സിങ്ങിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സാണ് നമ്മളുടെ ARM പ്രോസസ്സേഴ്സിന് ഉള്ളത്. സോ ഇത്രയാണ് ഫീച്ചേഴ്സാണ് പറയാനുള്ളത്. ദെൻ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ARM ഹാസ് 3 ഇൻസ്ട്രക്ഷൻ സെറ്റ് സ്റ്റേറ്റ്സ്. ഓൾറെഡി പറഞ്ഞതാണ്, 3 ഇൻസ്ട്രക്ഷൻ സെറ്റ് സ്റ്റേറ്റ്സ്. 32-ബിറ്റ് ARM ഇൻസ്ട്രക്ഷൻ സെറ്റ്, നോർമൽ 32-ബിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 16-ബിറ്റ് തമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. തമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണ് അതിൻ്റെ ഫീച്ചറെന്നും അഡ്വാൻറ്റേജ് എന്താണെന്നും എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നും കംപ്രഷൻ ഡീകംപ്രഷൻസ് മെക്കാനിസം ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ തമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉള്ളത് അതിനൊരു ഫീച്ചറായിട്ട് എഴുതാം. 8-ബിറ്റ് ജസല്ലെ ഇൻസ്ട്രക്ഷൻ സെറ്റ്. ജസല്ലെ എന്താണെന്ന് പറഞ്ഞു. സോ ARM ഒന്നുകൂടെ പറഞ്ഞ 32-ബിറ്റ് ലോഡ് സ്റ്റോർ ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്ന 32-ബിറ്റിൽ സൈസുള്ള ഇൻസ്ട്രക്ഷൻസ് ARM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16-ബിറ്റിലുള്ള തമ്പ് ഇൻസ്ട്രക്ഷൻസും ആൻഡ് അസോസിയേറ്റഡ് രജിസ്റ്റേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ തമ്പ് ഇൻസ്ട്രക്ഷൻ ഫീച്ചറിൽ ആർക്കിടെക്ചറിലേക്ക് വരുമ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിൻ്റെ പകുതി രജിസ്റ്റേഴ്സ് മാത്രമേ ഈ ഫീച്ചറിൽ നമ്മളുടെ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒരു ഫീച്ചറാണ് ജസല്ലെ എന്ന് പറയുന്നത്. അലൗസ് ജാവ ബൈറ്റ് കോഡ് ടു ബി ഡയറക്ട്ലി എക്സിക്യൂട്ടഡ് ഇൻ ARM ആർക്കിടെക്ചർ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ബൈ 5x to 10x. സോ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ജസല്ലെ ഫീച്ചർ, ജസല്ലെ DBX എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ജാവ ഇൻസ്ട്രക്ഷൻസ് കോഡിനെ ആ പ്രോസസ്സർ ആർക്കിടെക്ചറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ജസല്ലെ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ജസല്ലെ ഫീച്ചർ കൊണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറയുന്നത് നോർമൽ എക്സിക്യൂഷൻ സ്പീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ 5 to 10 times ബെറ്റർ ആയിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറയുന്നത്. സോ ജസല്ലെ അതും നമുക്കൊരു ഫീച്ചറായിട്ട് എഴുതാം. ദെൻ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ARM പ്രോസസ്സേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. ബേസിക്കലി 7 ബേസിക് പ്രോസസ്സർ മോഡ്സ് ഉണ്ട്. സോ എന്താണെന്ന് മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഡീറ്റെയിൽസ് ആയൊന്നും പറയാനുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ത്രൂ ഔട്ട് ദ ഓപ്പറേഷൻസും പ്രോസസ്സർ ഈ ഡിഫറെൻറ്റ് സെറ്റ്സിലേക്ക് ഡിഫറെൻറ്റ് മോഡ്സിലേക്ക് അത് എൻ്റർ ചെയ്യും. സോ ഓരോ മോഡ്സ് എന്താണെന്ന് മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ unprivileged mode under which most of the tasks run. ഓക്കെ, സോ നമ്മളുടെ നോർമൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു എംബഡഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ നടക്കുന്നത് യൂസർ മോഡിലായിരിക്കും. സോ അതിനെയാണ് USR മോഡ് എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യും മൈക്രോ പ്രോസസ്സറിലേക്ക്. ദെൻ FIQ എന്ന് പറയുന്ന ഒരു മോഡ് എൻഡേഡ് വെൻ ഹൈ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് ഈസ് റൈസ്ഡ്. സോ നമുക്കറിയാം ഇൻറ്ററപ്റ്റ്മെൻറ്റിൻ്റെ നെസസിറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഹൈ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് വരുന്ന സമയത്ത് FIQ എന്ന് പറയുന്ന മോഡിലേക്ക് മൈക്രോ പ്രോസസ്സർ എൻ്റർ ചെയ്യും. അതാണ് FIQ മോഡ് എന്ന് പറയുന്നത്. ദെൻ IRQ എൻറ്റേർഡ് വെൻ ലോ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് ഈസ് റൈസ്ഡ്. സോ ലോ പ്രയോറിറ്റിയുള്ള ഇൻറ്ററപ്റ്റ് ആണ് മൈക്രോ കൺട്രോളർ ഫേസ് ചെയ്യുന്നതെങ്കിൽ അത് IRQ മോഡിലേക്കും, ഹൈ പ്രയോറിറ്റിയുള്ള ഇൻറ്ററപ്റ്റ് ആണെങ്കിൽ അത് FIQ മോഡിലും എൻ്റർ ചെയ്യും. ദെൻ സൂപ്പർവൈസർ മോഡ് എൻറ്റേർഡ് ഓൺ റീസെറ്റ് ആൻഡ് വെൻ എ സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ് എക്സിക്യൂഷൻ ഈസ് എക്സിക്യൂട്ടഡ്. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഹാർഡ്വെയർ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള എന്തെങ്കിലും ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ controller will enter into supervisor mode. Then abort mode എന്ന് പറയും used to handle memory access violations. എന്തെങ്കിലും abnormal operations ആണ് പ്രോസസ്സർ എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ അത് abort മോഡിലേക്കായിരിക്കും എൻ്റർ ചെയ്യുന്നത്. Then undef used to handle undefined instructions. ഒരു abnormal instructions എന്തെങ്കിലും മെമ്മറി കോൺഫിഗറേഷൻസ് ഡിഫറൻസ് കൊണ്ട് ഡാറ്റ ഒരു ഓപ്പറേഷൻ കോഡായിട്ട് വരുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു അൺഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. സോ ബൈനറി ഡീകോഡർ എക്സിക്യൂഷൻ യൂണിറ്റിൽ മനസ്സിലാക്കാത്ത ഒരു ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് അത് വരുന്നതെങ്കിൽ അത് അൺഡിഫ് മോഡിലേക്ക് എൻ്റർ ചെയ്യും. അടുത്ത മോഡാണ് സിസ്റ്റം മോഡ് എന്ന പ്രിവിലേജ്ഡ് യൂസർ മോഡ് ഫോർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഡിഫറെൻറ്റ് ഫാമിലി ഓഫ് മൈക്രോ ARM പ്രോസസ്സേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സേഴ്സും ARM ഫാമിലിയിലുണ്ട്. സോ അതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സിസ്റ്റം മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും മോഡ്സ് ആണ് നമ്മളുടെ ARM ഫാമിലി പ്രോസസ്സേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ആ ഓരോ ഫീച്ചേഴ്സിൻ്റെ ഓരോ മോഡ്സും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്ലാഗ്സിൽ അത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് മോഡ് കാണിക്കും. സോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇൻട്രൊഡക്ഷൻ മാത്രം നമുക്ക് പഠിച്ചാൽ മതി.
നെക്സ്റ്റ് ദെൻ ഈ മൈക്രോ പ്രോസസ്സർ ആം ഫാമിലി പ്രോസസ്സേഴ്സിൻ്റെ നെയിമിങ്ങിലെ ചില ലെറ്റേഴ്സ് അവർ കൊടുത്തിട്ടുണ്ടാകും. ആ ലെറ്റേഴ്സ് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ കോമൺ ആയിട്ട് വരുന്ന ചെറിയ ലെറ്റേഴ്സ് മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ടി എന്ന് പറയുന്ന തമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. തമ്പ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. 16 ബിറ്റ് തമ്പ് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്, ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ചറാണ് നമ്മളുടെ പ്രോസസ്സർ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിനെ നെയിമിൽ കൊടുത്തിരിക്കുന്ന ഒരു സിമ്പൽ, ഒരു ആൽഫബറ്റിക് റെപ്രസെൻറ്റേഷനാണ് ടി എന്ന് പറയുന്നത്. ഡി ജെറ്റാഗ് ഡീബഗ് എന്ന് പറയുന്നത്. ജെറ്റാഗ് ഡീബഗ് എന്ന് പറയുന്നത് ഇത് ജെറ്റാഗ് ഈസ് എ സീരിയൽ പ്രോട്ടോകോൾ യൂസ്ഡ് ബൈ ആം ടു ട്രാൻസ്ഫർ ദ ഡീബഗ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് ദ ടെസ്റ്റ് എക്യുപ്മെൻറ്റ്. സോ ഡീബഗ് ചെയ്ത ഇൻഫർമേഷൻ, ഓപ്പറേഷൻ കോഡിന് ഡീബഗ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഫ്ലോ അതിൻ്റെ പ്രോസസ്സർ യൂണിറ്റിൽ നിന്ന് അതിൻ്റെ ടെസ്റ്റ് യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്ലോ, ആ പ്രോസസ്സറിൻ്റെ ട്രാൻസ്ഫർമേഷൻ അതിന് കാണിക്കുന്ന ഒരു ഡീബഗിങ് സെക്ഷനാണ് ജെറ്റാഗ് എന്ന് പറയുന്നത്. ദെൻ എം ഫാസ്റ്റ് മൾട്ടിപ്ലയർ. സോ നോർമൽ സിസ്കിലും റിസ്കിലൊക്കെ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടേക്കിംഗ് മോർ ദാൻ 1 ക്ലോക്ക് സൈക്കിൾസ്. സോ 5 to 10 ക്ലോക്ക് സൈക്കിൾസ് കൺസ്യൂം ചെയ്യുന്ന ഒരു മൾട്ടിപ്ലയറാണ് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷനാണ് നോർമൽ മൈക്രോ പ്രോസസ്സറിലുള്ളത്, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന മൈക്രോ പ്രോസസ്സറിലുള്ളത്. സോ ക്ലോക്ക് സൈക്കിൾസ് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്ട്സ് ദ സ്പീഡ്. സോ ആം പ്രോസസ്സറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്സ് ആണ് ഫാസ്റ്റ് മൾട്ടിപ്ലയർ. സോ ആം processors are able to do this multiplication process by even in a single ക്ലോക്ക് സൈക്കിൾ. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്ലയർ ആയിരിക്കും നമ്മളുടെ ആം കോർ സ്ട്രക്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള പ്രോസസ്സറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എം എന്ന് പറയുന്ന ലെറ്റർ അതിൻ്റെ നെയിമിലുണ്ടായിരിക്കും. ദെൻ എൻഹാൻസ്ഡ് ICE മാക്രോ സെൽ, ഐ എന്ന് പറയുന്ന സിമ്പിൾ. സോ IEC മാക്രോ സെൽ ആം പ്രോസസ് ഹാവ് ഓൺ ചിപ്പ് ഡീബഗ് ഹാർഡ്വെയർ ദാറ്റ് അലൗസ് ദ പ്രോസസർ ടു സെറ്റ് ബ്രേക്ക് പോയിന്റ്സ് ആൻഡ് വാച്ച് പോയിന്റ്സ്. സോ എംബഡഡ് ICE മാക്രോ സെൽസ് എന്ന് പറയുന്ന ഡീബഗിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. സോ നമ്മൾ വാച്ച് പോയിന്റ്സും ബ്രേക്ക് പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് എംബഡഡ് ICE മാക്രോ സെൽ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ദെൻ എൻഹാൻസ്ഡ് ഇൻസ്ട്രക്ഷൻസ്. സോ ആം പ്രോസസ്സർ മോഡ്സ് വിൽ സപ്പോർട്ട് ദ എൻഹാൻസ്ഡ് എക്സ്റ്റെൻഡഡ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, എസ്പെഷ്യലി ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് DSP ആർക്കിടെക്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് എൻഹാൻസ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഹൈ പെർഫോമൻസ് DSP, ഹൈ പെർഫോമൻസ്, ഹൈ എഫിഷ്യൻറ്റ് പ്രോസസ്സേഴ്സ് ആയിരിക്കും ഈ സിമ്പിളുള്ള പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. സോ അഡ്വാൻസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ആയിരിക്കും ഈ എന്ന് പറയുന്ന പ്രോസസ്സറിൽ നെയിമിങ്ങിൽ വരുന്നത്. ദെൻ ജസല്ലെ എന്ന് പറയുന്നത് ജാവ കോഡിനെ ഡയറക്റ്റ് പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറിൽ നിന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സാണ് ജസല്ലെ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. സോ ജെ സിമ്പിൾ ഉണ്ടെങ്കിൽ ജാവ ബൈറ്റ് എക്സിക്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ് എന്നാണ് മീനിങ്. ദെൻ എഫ് വെക്റ്റർ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. സോ വെക്റ്റർ ഫ്ലോട്ടിംഗ് പോയിന്റ് മൈക്രോ പ്രോസസ്സർ ആം ഫാമിലി വരുന്ന പ്രോസസ്സേഴ്സ് എല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക്കിനെ, ഫാസ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സേഴ്സാണ്. സോ വെക്റ്റർ array of data, array of vector data, vector എന്ന് പറയുന്ന array of data processing, one instruction is supposed to operate on a number of data, array of data, അതിനാണ് വെക്റ്റർ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നോട്ട് ഓൺലി ഓൺ എ സിംഗിൾ ഡാറ്റ, ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ ഓപ്പറേറ്റ് ചെയ്യാൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് എഫ് സിമ്പിളിൽ വരുന്നത്. ദെൻ സിന്തസൈസബിൾ, എസ് എന്ന് പറയുന്നത് സിന്തസൈസബിൾ ആണ്. ആം പ്രോസസ്സർ കോർ ഈസ് അവൈലബിൾ ആസ് സോഴ്സ് കോഡ്. സോ ആം ഡെവലപ്പ് ചെയ്തിരുന്ന ഈ ആം ഹോൾഡിങ്സ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ സോഴ്സ് കോഡ് പബ്ലിക്കലി അവൈലബിൾ ആണ്. സോ നമ്മളുടെ അവരിൽ നിന്ന് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടേതായ സിസ്റ്റം നമുക്ക് അവരുടെ കോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ആവശ്യമുള്ള പെരിഫറൽസും മെമ്മറീസ് ആൻഡ് രജിസ്റ്റേഴ്സൊക്കെ അതിൻ്റെ സിസ്റ്റത്തിലേക്ക് തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് SOC എന്ന് പറയുന്നത്, സിസ്റ്റം ഓൺ എ ചിപ്പ് ഓർ സിസ്റ്റം ഓൺ എ മൊഡ്യൂൾ. SOC ഓർ SOM എന്ന് പറയുന്നതാണ് നമ്മളുടെ ആം ഫാമിലിയിൽ വരുന്ന ഫാബ്രിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഈ ആം ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനി അറ്റ് പ്രസൻറ്റ് അവർ ഒരു പ്രോസസ്സേഴ്സും അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ദേ ആർ ഓൺലി സെല്ലിങ് ഓർ ലൈസൻസിങ് ദെയർ ടെക്നോളജി, ലൈസൻസിങ് ദെയർ ആർക്കിടെക്ചർ. സോ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ച് കേട്ടുവരുന്ന കമ്പനീസായ നമ്മളുടെ ആപ്പിൾ, ഹുവാവി തുടങ്ങിയ ഹൈ എൻഡ് ടീംസൊക്കെ ഇവരിൽ നിന്ന് നമ്മളുടെ ആർക്കിടെക്ചർ ലൈസൻസ് എടുത്തിട്ട് അവരുടേതായ ഹാർഡ്വെയർസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് SOC എന്ന് പറയുന്ന അവരുടേതായ പ്രോസസ്സറാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ സിന്തസൈസബിൾ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ആം ഡെവലപ്പേഴ്സ്
പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. സോ യെസ് എന്ന് പറയുന്നത് സിന്തസൈസബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നെയിം ഡിസ്ക്രിപ്ഷൻ ARM7 TDMI എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ. സോ ARM7 TDMI എന്ന് പറയുന്ന പ്രോസസ്സർ അവരുടെ എന്താ പറയുക ഫസ്റ്റ് സക്സസ്ഫുൾ 32-bit പ്രോസസ്സറാണ്. ARM ഫാമിലിയിൽ വരുന്ന ഫസ്റ്റ് അവർ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോസസ്സാണ് ARM7 TDMI. സോ ARM7, ARM9, ARM11 എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ഫാമിലി ഉണ്ട്. സോ ARM7 എന്ന് പറയുന്ന 7 ഫാമിലിയിൽ വരുന്ന ഒരു പ്രോസസ്സാണ് ARM7 TDMI. സോ T എന്താണ്, DM എന്താണ്, M എന്താണ്, I എന്താണ് എന്ന് പറയുന്നത് കുറേയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ T തമ്പ് ഇൻസ്ട്രക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡീബഗ്, M ഫാസ്റ്റ് മൾട്ടിപ്ലയർ, I എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്, I എന്ന് പറയുന്നത് എംബഡഡ് IC മാക്രോ സെൽസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഇത്രയുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. ദെൻ ARM946ES 94 സീരീസിൽ അല്ലെങ്കിൽ ARM9 ഫാമിലിയിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. സിന്തസൈസബിൾ ആണ്. എൻഹാൻസ്ഡ് ആർക്കിടെക്ചർ, എൻഹാൻസ്ഡ് ഇൻസ്ട്രക്ഷൻസ്, സിന്തസൈസബിൾ. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പ്രോസസ്സർ ഫീച്ചേഴ്സായിട്ട് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ്. ദെൻ ഫാമിലി. സോ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫാമിലി ഓഫ് ARM പ്രോസസ്സറാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സോ ARM ആർക്കിടെക്ചർ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാമിലി ഉണ്ട്. സോ ഓരോ ഫാമിലിയും അതിൻ്റെ ഓരോ വേർഷൻസ് ആയിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തു വരുന്നത്. സോ ഓരോ റേഞ്ചിൽ, ഓരോ കാലഘട്ടത്തിൽ ഓരോ വേർഷൻസ് ആയിട്ടാണ് മൈക്രോ പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ ARM ഫാമിലി പ്രോസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വേർഷൻ 4 വരുന്നതാണ് അവരുടെ ഫസ്റ്റ് സക്സസ്ഫുൾ പ്രോസസ്സർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ARM ഫാമിലിയെ പറയുന്നത് വേർഷനാണ്, ആർക്കിടെക്ചർ വേർഷനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ARM വേർഷൻ 4. ദെൻ ARM7 ഫാമിലിയാണ് അതിൻ്റെ അകത്ത് വരുന്ന പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. ബേസിക് അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്, അല്ലെങ്കിൽ 7 സീരീസിൽ വരുന്ന ഒരു സക്സസ്ഫുൾ 32-bit പ്രോസസ്സറാണ് ARM7 TDMI എന്ന് പറയുന്നത്. ദെൻ ASC100 ഡിഫറെൻറ്റ് പ്രോസസ് ആപ്ലിക്കേഷൻ, എംബഡഡ് കോർട്ടെക്സ്, ഇതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. കോർട്ടെക്സും ആപ്ലിക്കേഷൻ പ്രോസസ്സും എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതിലൊക്കെ വരുന്നതാണ്. സോ ARM9 വേർഷൻ 5 വരുന്ന പ്രോസസ്സാണ് ARM9 ഫാമിലി. ദെൻ വേർഷൻ 6 വരുന്നതാണ് ARM11 ഫാമിലി. ദെൻ വേർഷൻ 7 വരുന്നതാണ് നമ്മൾ ടാബ്സിലൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു പ്രോസസ്സറാണ് കോർട്ടെക്സ് സീരീസ്, കോർട്ടെക്സ് R സീരീസ് ആൻഡ് A സീരീസ്. ഇതൊക്കെ എന്താണെന്ന് ഇപ്പോൾ ജസ്റ്റ് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. A എന്താണ്, R എന്താണെന്നൊക്കെ നമ്മൾ പറയും. ദെൻ വേർഷൻ 7 വരുന്ന M ഫാമിലീസ് ആണ്. മൈക്രോ കൺട്രോളർ, R ഫോർ റിയൽ ടൈം, A ഫോർ ആപ്ലിക്കേഷൻ, M ഫോർ മൈക്രോ കൺട്രോളർ കേസസ്. ദെൻ വേർഷൻ 8 വരുന്ന പ്രോസസ്സേഴ്സ് ഇത്രയാണ് അറ്റ് പ്രസൻറ്റ് ARM ഫാമിലിയിലുള്ള പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. സോ ARM പ്രോസസ്സർ ഫാമിലി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 2. സോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് M എന്നും R എന്നും A എന്നും എഴുതിക്കൊണ്ട് കോർട്ടെക്സ് ഫാമിലി തന്നെ പറയുന്നുണ്ട്. എന്താണ് ഈ പറയുന്നത് നമുക്ക് നോക്കാം. സോ ARM പ്രോസസ്സർ ഫാമിലി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 2. ARM ക്ലാസിക് പ്രോസസ്സേഴ്സ്. സോ ക്ലാസിക് പ്രോസസ്സേഴ്സ് ഉണ്ട്. ദെൻ എംബഡഡ് പ്രോസസ്സേഴ്സ് ഉണ്ട്, ARM എംബഡഡ് പ്രോസസ്സേഴ്സ്. ദെൻ ARM ആപ്ലിക്കേഷൻ പ്രോസസ്സേഴ്സ്. ഈ 3 കാറ്റഗറിയിലാണ് ARM സിസ്റ്റംസ്, ARM ഹോൾഡിങ്സ് അവരുടെ മൈക്രോ കൺട്രോളർ ആർക്കിടെക്ചർ, പ്രോസസ്സർ ആർക്കിടെക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ക്ലാസിക് പ്രോസസ്സേഴ്സ്, എംബഡഡ് പ്രോസസ്സേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സേഴ്സ്. ARM ക്ലാസിക് പ്രോസസ്സേഴ്സ് ഇൻക്ലൂഡ് നമ്മൾ പറഞ്ഞ ARM7, ARM9, ARM11, ദെൻ ARM7 TDMI, TMDI എന്നൊക്കെ പറയുന്ന പ്രോസസ്സേഴ്സൊക്കെ ക്ലാസിക് പ്രോസസ്സേഴ്സിലാണ് വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ട പ്രോസസ്സേഴ്സിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ റിസ്ക് പ്രോസസ്സേഴ്സ് എല്ലാം വരുന്നത് ഈ ക്ലാസിക് പ്രോസസ്സർ ഫാമിലിയിലാണ്. ദെൻ ARM7 ബേസ്ഡ് പ്രോസസ്സേഴ്സ് ആർ സ്റ്റിൽ യൂസ്ഡ് ഇൻ മെനി സ്മോൾ ആൻഡ് സിമ്പിൾ 32-bit ഡിവൈസസ്. 32-bit എംബഡഡ് സിസ്റ്റത്തിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ARM7. സ്റ്റിൽ എ സക്സസ്ഫുൾ പ്രോസസ്സറാണ് ARM ഫാമിലിയിൽ വരുന്നത്. ദെൻ ARM എംബഡഡ് പ്രോസസ്സേഴ്സിൽ വരുന്ന പ്രോസസ്സേഴ്സാണ് കോർട്ടെക്സ് ഫാമിലി എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 സബ് ഡിവിഷൻസ് ഉണ്ട്. കോർട്ടെക്സ് റിയൽ ടൈം പ്രൊഫൈലുണ്ട്, കോർട്ടെക്സ് മൈക്രോ കൺട്രോളർ പ്രൊഫൈലുണ്ട്. കോർട്ടെക്സ് M ലേബലിൽ വരുന്നതൊക്കെ മൈക്രോ കൺട്രോളർ ഫാമിലിയിൽ വരുന്നതാണ്. കോർട്ടെക്സ് R ഫാമിലിയിൽ വരുന്നത് റിയൽ ടൈം പ്രോസസ്സിലേക്ക് വരുന്നതാണ്. സോ നമ്മൾ ടാബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർട്ടെക്സ് R എന്നും പറയുന്ന അല്ലെങ്കിൽ Cortex-M എന്ന് പറയുന്ന ഫാമിലി ഓഫ് പ്രോസസ്സേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് കോർട്ടെക്സ് ഫാമിലി എന്ന് പറയുന്നത്. അത് എംബഡഡ് പ്രോസസ്സറിലാണ് വരിക. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സർ എന്ന് പറയുന്നത് കോർട്ടെക്സ് A സീരീസ്. A ആണ്, A72, A57, A17. സോ കോർട്ടെക്സ് A17 എന്ന് പറയുന്ന പ്രോസസ്സറൊക്കെ ഒരു 5 to 6 years ബാക്കിലുള്ള ടാബ്ലറ്റ്സ്, 8GB ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും A17 എന്ന് പറയുന്നത്. സോ 32-bit മൈക്രോ പ്രോസസ്സേഴ്സും 16-bit ഉള്ള ഹയർ എൻഡ് മൈക്രോ പ്രോസസ്സറിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ടാബിലേക്ക് പോകുന്നതനുസരിച്ച് ഈ
കോർട്ടെക്സ് A73 എന്ന് പറയുന്ന ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ A73 വരുന്നതൊക്കെ 72 എന്നൊക്കെ പറയുന്നത് ഹൈ പെർഫോമൻസ് ആണ്, ഹൈ എഫിഷ്യൻസിയിലുള്ള സീരീസാണ്. A8, A9, A53 എന്ന് പറയുന്നത് അൾട്രാ ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നതാണ്. ഈ പറയുന്ന 5ഉം A7ഉം A32, A35 എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സും പെർഫോമൻസും ഹൈ എഫിഷ്യൻസിയും, ഹൈ പെർഫോമൻസ്, ഹൈ എഫിഷ്യൻസി, അൾട്രാ ഹൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ A ഫാമിലി എല്ലാം ആപ്ലിക്കേഷൻ പ്രോസസ്സേഴ്സിൽ വരുന്നതാണ്. സോ ജസ്റ്റ് ഫാമിലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ മതി. സോ Cortex-M ഈസ് എ ഗ്രേറ്റ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ Cortex-M ഈസ് ഹാവിംഗ് ഗ്രേറ്റ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ പെർഫോമൻസ് കോസ്റ്റ് ആൻഡ് എഫിഷ്യൻസി. കോർട്ടെക്സ് ഫാമിലിയാണ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള യൂസ് ചെയ്യുന്ന ഫാമിലി ഓഫ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. യൂസ് IoT ആൻഡ് വേരിയസ് ആപ്ലിക്കേഷൻ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് വേരിയസ് എംബഡഡ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് Cortex-M ഫാമിലി എന്ന് പറയുന്ന M4 മൈക്രോ കൺട്രോളർ. ഹാസ് ആൻ ഓൺ ചിപ്പ് പെരിഫറൽസ് എല്ലാം അതിൻ്റെ തന്നെ ഒരു ഫീച്ചറാണ്. കോർ ഈസ് ലൈസൻസ്ഡ് ബൈ ARM. സോ ഈ Cortex-M എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കമ്പനീസ് ആക്ച്വലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ബേസിക് കോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ARM ഹോൾഡിങ്സ് തന്നെയാണ്. സോ ഡിഫറെൻറ്റ് കമ്പനീസ് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് പെരിഫറൽസും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസും അതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, സിന്തസൈസബിൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതാണ് Cortex-M ഫാമിലിയിൽ വരുന്നത്. കോർ ആൻഡ് പെരിഫറൽസ്, മെമ്മറി, പ്രോസസ്സർ, ബസ്സസ്, ഇതൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. ഡാറ്റ ബസ്, ഇൻസ്ട്രക്ഷൻ ബസ്, ബസ് ബ്രിഡ്ജ് ടു കണക്ട് ഡിഫറെൻറ്റ് ബസ്സസ്, അഡ്വാൻസ്ഡ് ഹൈ പെർഫോമൻസ് ബസ് AHB, അഡ്വാൻസ്ഡ് പെരിഫറൽ ബസ്. ദെൻ പെരിഫറൽസ് ആയിട്ട് ADC ഉണ്ട്, LCD കൺട്രോളർ ഉണ്ട്, SPI സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ്, I2C, ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ് എക്സെട്ര ആർ അവൈലബിൾ ഇൻ Cortex ഫാമിലി ഓഫ് ARM പ്രോസസ്സേഴ്സ്. ഓക്കെ, സോ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ARM ആർക്കിടെക്ചറിൽ വരുന്ന ഒരു ഡയഗ്രമാണ് ARM സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാം. സോ ഇതാണ് കോർ എന്ന് പറയുന്നത്, ബേസിക് കോർ. ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ARMൻ്റെ ലൈസൻസിൽ നിന്ന് കിട്ടുന്നതാണ്. സോ സപ്പോസ് ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് എൻ ARM സിസ്റ്റം, നമ്മൾ ARM കോർ, നമ്മൾ ARM ഫാമിലി, ARM പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിൽ നിന്ന് നമുക്ക് ലൈസൻസ് എടുക്കണം. ദെൻ സിസ്റ്റം ഇതെല്ലാം ഡിസൈൻഡ് ബൈ ചിപ്പ് മാനുഫാക്ചേഴ്സ്. ഈ ARM കോർ ലൈസൻസ് എടുത്തതിന് ശേഷം നമ്മളുടേതായ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മളുടേതായ സിസ്റ്റവും രജിസ്റ്റേഴ്സും മെമ്മറീസും USRT, I2C, അതർ പെരിഫറൽസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ് അവരുടെ ആവശ്യം അനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് ഓപ്പറേഷൻ? കോർ എന്ന് പറയുന്ന ARM കോർ എന്ന് പറയുന്നത് ARM ഹോൾഡിങ്സിൽ നിന്ന് ലൈസൻസ് എടുക്കും. ദെൻ ഈ ലൈസൻസ് അല്ലെങ്കിൽ ഈ കോർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടേതായ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സാംസങ്ങിൻ്റെതായ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഫ്ലാഷ് എത്ര വേണം, റാം എത്ര വേണം, എത്ര പെരിഫറൽസ്, എത്ര കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട്സ് വേണം, എത്ര അനലോഗ് കമ്മ്യൂണിക്കേഷൻസ് വേണം, അതർ പെരിഫറൽസ് എന്തൊക്കെ വേണം, DMA തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ കമ്പനിയും അവരുടേതായ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കും. അതിനെയാണ് SOC എന്ന് പറയുന്ന സിസ്റ്റം ഓൺ എ ചിപ്പ്, SOC or SOM എന്നും പറയുന്ന സിസ്റ്റം ഓൺ മൊഡ്യൂൾ, ഹോൾ സിസ്റ്റം ഇൻസൈഡ് വൺ ചിപ്പ്. അതിനകത്ത് കോറായിട്ട് നമ്മളുടെ ARMൻ്റെ ആർക്കിടെക്ചർ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അതിന് മാത്രം ലൈസൻസ് ARM ഹോൾഡിങ്സിൽ നിന്ന് എടുത്താൽ മതിയാകും. ഇതാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചറിലായിട്ട് വരാനുള്ളത്. ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ജസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, സോ ഡിഫറെൻറ്റ് ARM ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. iPhone 5 നമ്മൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊബൈലാണ് iPhone എന്ന് പറയുന്നത്. ഫസ്റ്റ് സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്ത ഒരു പ്രോസസ്സറാണ് മൊബൈലാണ് iPhone 5 എന്ന് പറയുന്നത്. iPhone 5 യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് A6 പ്രോസസ്സറാണ്. ഫസ്റ്റ് ആപ്പിൾ സിസ്റ്റം ഓൺ ചിപ്പ് SOCയിൽ വർക്ക് ചെയ്തതാണ്. വേർഷൻ 7 ആർക്കിടെക്ചറാണ്. ARMൻ്റെ വേർഷൻ 7 ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറാണ് A6 യൂസ് ചെയ്തിരിക്കുന്നത്. സോ A6 എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒരു പ്രോസസ്സറാണ്. അവരുടേതായ ഫീച്ചേഴ്സ് കൂടി അക്കോമഡേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോസസ്സറാണ് A6 എന്ന് പറയുന്നത്. ദെൻ ആപ്പിളിൻ്റെ തന്നെ A8 പ്രോസസ്സർ എന്ന് പറയുന്നത് ARM 6432-bit ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. 64-bit പ്രോസസ്സറാണ് iPhone 6 യൂസ് ചെയ്യുന്നത്. ആപ്പിളിൻ്റെ തന്നെ A8 എന്ന് പറയും. ഓക്കെ, ദെൻ iPhone 7 യൂസ് ചെയ്യുന്ന A10 ആണ്. ഇതൊക്കെ നമ്മൾ iPhone ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരു പ്രോസസ്സേഴ്സാണ്. ഇതിനെല്ലാം ബിൽറ്റ് ഇൻ ബേസിക് കോർ എന്ന് പറയുന്നത് ARM ആണ്. സോ 64-bit സിസ്റ്റം ഓൺ ചിപ്പാണ് ആപ്പിളിൻ്റെ A10 പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. വേർഷൻ 8 വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സറാണ് വേർഷൻ 8 സോ അതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിൽ വരുന്നത്. ദെൻ Kindle HD Fire സാംസങ് ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു പ്രോസസ്സറാണ്. ഇതിൻ്റെയും കോർ എന്ന് പറയുന്നത് ARM ആണ്.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സാംസങ്ങിൻ്റെ പ്രോസസ്സേഴ്സ് ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് എല്ലാം അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഈ വേർഷൻ 8-ലെ ആം ആർക്കിടെക്ചർ തന്നെയാണ്. സോ ദിസ് ഈസ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് ഫാമിലി ഓഫ് ആം processor.